എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം ഒഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നടന്ന ജിഹാദികളുടെ കലാപരിപാടികളാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഇന്ത്യയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വിഷയമാണ് ഇവിടെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCSൽ സംഭവിച്ചത്. അത്തരത്തിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയം ചർച്ച ചെയ്യാതെ എല്ലാവരും മലയാള മാധ്യമങ്ങൾ അതിന് കണ്ടഭാവം നടിച്ചില്ല. പക്ഷേ ഡിജിറ്റൽ മാധ്യമങ്ങളും ഇവിടുത്തെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു. അതിനുശേഷമാണ് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചതിന് ശേഷമാണ് കേരളത്തിലെ സാറ്റലൈറ്റ് മീഡിയകൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചത്. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ മുസ്ലിങ്ങൾ ഏത് ഭാഗത്തും പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ എല്ലാ സാറ്റലൈറ്റ് മീഡിയകൾക്കും അവർക്ക് അന്നം കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത ഭീകര സംഘടന PFIയുടെയും ഈ STPയുടെയും ഓഫീസിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂറ് കാണിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്നൊരു കേസ് കേരളത്തിൽ ചർച്ചാ വിഷയമാക്കാത്തത്. നമുക്ക് മുമ്പിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മനോരമയിലെ ഷാനി പ്രഭാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്ത ജനാധിപത്യം മരിച്ചു പോകും, എന്താ പറയുക, ഇത് BJPക്ക് വളമാകും, BJP വളരുമെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വെക്കാത്ത ഒരു ടീമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് മീഡിയകൾ. അപ്പോൾ അത് വിട്, ആ വിഷയം വിട്. അപ്പോൾ എന്താണ് മഹാരാഷ്ട്രയിൽ നാസിക്കിലെ TCSൻ്റെ നാസിക് യൂണിറ്റിൽ സംഭവിച്ചത്? അത് വലിയ രീതിയിൽ ഇന്റർനാഷണൽ ഒരു ജിഹാദി നെറ്റ്വർക്കാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഈ TCSൻ്റെ ഈ നാസിക് യൂണിറ്റിൽ മാത്രമാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ രാജ്യം മൊത്തം, അതായത് രാജ്യത്തിൻ്റെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ NIA കൂടി രഹസ്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഇന്റർനാഷണൽ തീവ്രവാദ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടോ രാജ്യാന്തര തീവ്രവാദ നെറ്റ്വർക്കുകൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ NIA പാരലലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനായാലും അവിടെ എന്താ സംഭവിച്ചത്? അവിടെ നിതാക്കാൻ എന്ന് പറയുന്ന ഒരു HR മാനേജർ, അതായത് അവിടെ ഒരു കോൾ സെൻ്ററാണ്, ഒരു പ്രൊഡക്ഷൻ, ഒരു എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവമല്ല ഈ TCSൻ്റെ നാസിക് യൂണിറ്റ്. അവിടെ ഈ കോൾ സെൻ്ററാണ്. ഈ കോൾ സെൻ്ററിൽ കൂടുതലും ഈ +2 കഴിഞ്ഞ് അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരെയാണ് ഈ കോൾ സെൻ്ററിൽ ജോലിക്ക് വെക്കുക. അപ്പോൾ ഈ 18-നും ഒരു 20-നും 22-നും വയസ്സിലുള്ള പിള്ളേരാണ് അവിടെ കൂടുതലും ജോലിക്ക് വരുന്നത്. അപ്പോൾ ഈ HR മാനേജർ എന്ത് ചെയ്യും? ഹിന്ദു പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ചിട്ട് റിക്രൂട്ട് ചെയ്യും. അതായത് പ്രത്യേകിച്ച് TCSൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് മനസ്സിലാവും. ഞാൻ ഏകദേശം 2 വർഷത്തോളം TCSൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത ഏതൊരാൾക്കും മനസ്സിലാവും. അതായത് നമ്മുടെ ഫുൾ അടിയാധാരം വരെ അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാതെ തേർഡ് പാർട്ടി വെച്ച് നമ്മുടെ A to Z കാര്യങ്ങൾ വെരിഫൈ ചെയ്യും ഈ TCSൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാ പ്രൊഫൈലും ഈ HR മാനേജറുടെ കൈകളിലുണ്ടാവും. അപ്പോൾ ഇവരെന്താ ചെയ്യുക? ഈ നിതാക്കാൻ എന്ന് പറയുന്ന HR മാനേജർ ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ, അതായത് ബാക്ക്വേർഡ് കാസ്റ്റ് ആയാലും അതായത് എന്തെങ്കിലും പ്രശ്നമുള്ള, സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികളൊക്കെ നോക്കി റിക്രൂട്ട് ചെയ്യും, ഓൺബോർഡ് ചെയ്യും. എന്നിട്ട് മുസ്ലിം ആയ ആൾക്കാരെ, അതായത് ഇവരൊക്കെ മതം മാറ്റാനും ഇവരെ പീഡിപ്പിക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടീം ലീഡേഴ്സ് ഉണ്ട്. ഈ ടീം ലീഡേഴ്സൊക്കെ മുസ്ലിംസ് ആണ്. അവരൊക്കെ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അവരെന്ത് ചെയ്യും? അവരുടെ അണ്ടറിലേക്ക് ഈ കുട്ടിയെ അങ്ങ് അലോക്കേറ്റ് ചെയ്യും, റിസോഴ്സ് അലോക്കേഷൻ നടത്തും. അപ്പോൾ അവർ പല രീതിയിലെ പ്രലോഭനങ്ങൾ നടത്തും. അതായത് ഇവർ കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഫാമിലിപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികളുണ്ടാകും. അവരെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഇൻഡസ്ട്രി വിസിറ്റ് അല്ല, ഈ ഇവരെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്ത് എന്തെങ്കിലും വിസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർ ഹോട്ടലിലൊക്കെ റൂമുകളൊക്കെ സെറ്റ് ചെയ്യും. ആ റൂമുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അവർ വലിയ രീതിയിലുള്ള ലഹരി കൊടുക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ലഹരിക്ക് അടിമപ്പെടുത്തുകയും അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യും, ഭീഷണിപ്പെടുത്തുകയും അവരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുകയും അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ 2022 ഇതിനാദ്യം മഹാരാഷ്ട്ര പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിൽ ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് നിരന്തരം പുരുഷന്മാരടക്കം ഇതിനെതിരെ കംപ്ലൈൻറ്റുമായി രംഗത്ത് വന്നു. ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരടക്കം കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് മഹാരാഷ്ട്ര പോലീസ് ഒരു SIT രൂപീകരിക്കുന്നു. അപ്പോൾ ഏകദേശം 40ഓളം വനിതാ പോലീസുകൾ അവിടെ ഈ നാസിക്കിലെ TCSൻ്റെ യൂണിറ്റിൽ ജോലിക്ക് കയറിയിട്ട്, അതായത് ക്ലീനിങ് സ്റ്റാഫ്, അങ്ങനെയുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്തിനാണ് കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അലിഗേഷൻ ഉന്നയിച്ച ആൾക്കാർ, അതായത് ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ നിരീക്ഷിക്കാനും ഇത്തരം ജിഹാദികളെ അവരുടെ പെരുമാറ്റം, ഓഫീസിൽ എങ്ങനെ പെരുമാറ്റി, ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2-3 മാസം 40ഓളം പോലീസുകാർ, വേഷന്മാർ അവിടെ വർക്ക് ചെയ്തു. ഓരോ ദിവസവും വൈകുന്നേരം രാത്രി അപ്ഡേറ്റ്സുകൾ കൊടുക്കലാണ് ഇവർ ജോലി. അതിനുശേഷമാണ് ഈ കേസ് പുറത്തു വന്നത്. അപ്പോൾ ഇവർ നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്ര നേരത്തെ പറഞ്ഞ മാതിരി സാമ്പത്തികമായി പിന്നോക്കമുള്ള പെൺകുട്ടികളെ ഈ മുസ്ലിം ജിഹാദികളുടെ അണ്ടറിലിടും. അപ്പോൾ അവരെന്തെങ്കിലും ഈ ഇൻഡസ്ട്രിയുടെ അവരുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വിസിറ്റിനൊക്കെ പോകും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, ലഹരി കൊടുക്കും, അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിക്കും, വീഡിയോ എടുക്കും, ഭീഷണിപ്പെടുത്തും, ബീഫ് കഴിക്കാൻ ഇതാക്കും. നമ്മൾ കേരള സ്റ്റോറിലൊക്കെ കണ്ടില്ലേ, അതൊക്കെ ശരിക്കും ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പം മനസ്സിലായില്ല നാട്ടുകാർക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഇതിപ്പം നാസിക്കിലെ ആ യൂണിറ്റ് മാത്രമല്ല, മൊത്തത്തിൽ ടാറ്റയുടെ ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ എന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു വലിയൊരു സംഭവവികാസം എന്ന് വെച്ചാൽ IT കമ്പനി കേന്ദ്രീകരിച്ച് ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലും മുസ്ലിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതി ആരോട് ചോദിച്ചാലും മതി, അവർക്ക് സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രത്യേകിച്ച് സെറ്റപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം വലിയ രീതിയിലാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്താണ് ഇതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അവരുടെ താക്കോൽ സ്ഥാനത്ത് ഇനി ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെ പുറത്താക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ മാതിരിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ, കേരളത്തിലെ മാതിരിയല്ല പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ. അവർ ഇത്തരം കാര്യങ്ങൾ, സെൻസിറ്റീവായ കാര്യങ്ങളൊക്കെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. നമ്മളൊന്നും ശരിക്കും നമ്മളെ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ടെടുക്കും. പക്ഷെ അവർക്ക് ശരിക്കും അനുഭവിച്ച ആൾക്കാരായതുകൊണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്, ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അതായത് വൻകിട പുറത്തെ രാജ്യത്ത് വെളിയുള്ള കമ്പനികൾ പോലും, അത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ പോലും താക്കോൽ സ്ഥാനത്ത് നിന്ന് മുസ്ലിങ്ങളെ ഇപ്പോൾ മാറ്റാനുള്ള പരിപാടിയാണ്. അതായത് ഇത് വലിയ രീതിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഈ സാധാരണ, അതായത് ഒരു തെറ്റും ചെയ്യാത്ത സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇത് അടുത്തൊന്നും തീരാൻ പോകുന്നില്ല. ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഈ ജിഹാദി നെറ്റ്വർക്കിൻ്റെ വലിയ നമ്മൾ മുമ്പ് കണ്ടു വൈറ്റ് കോളർ ടെററിസം, അതായത് ഡോക്ടേഴ്സൊക്കെയാണ് വലിയ രീതിയിലുള്ള കെമിക്കൽസും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അത് മാത്രമല്ല വലിയ രീതിയിലുള്ള രോഗികളെയൊക്കെ, എന്താണ് മുസ്ലിങ്ങളല്ലാത്ത രോഗികളൊക്കെ അവർ അത്തരത്തിൽ അവരുടെ ആ മൈൻഡ് സെറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഡോക്ടേഴ്സാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ NIA അജിത് ഡോവലിൻ്റെ ഒരു പ്രത്യേക സംഘം, സ്പെഷ്യൽ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്, ഒഫീഷ്യലി അൺഒഫീഷ്യലായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അത് പാരലായിട്ട് NIA ഇതിനകത്ത് ഇപ്പോൾ ഇടപെടുന്നില്ല. NIA ഇടപെടണമെങ്കിൽ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വന്നാൽ മാത്രമാണ് NIA ഇടപെടുക. അപ്പോൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനം അത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരലായിട്ട് NIA ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും NIAക്ക് തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് കേരളത്തിലെ TCS ഉൾപ്പെടെ TCS മാത്രമല്ല എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ രഹസ്യമായി പല NIA ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ 2010 നരേന്ദ്രമോദി സർക്കാർ തന്നെ കുറേ കോർപ്പറേറ്റ് ഇത് നവീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻ കേസ് നമ്മൾ ആരെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അവർ ഉപയോഗിക്കുന്ന അവരുടെ മെയിൽ ആക്സസ് ചെയ്യാനും അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികൾക്കൊക്കെ പറ്റും. അത്തരം സൗകര്യങ്ങൾ, അത്തരം ലോ നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ സംശയാസ്പദമായ ആൾക്കാർ അവരുടെ നിരീക്ഷിക്കുകയും അവരുടെ മെയിലുകൾ, ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അപ്പോൾ NIA ഇതിൽ വലിയ രീതിയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ട്, അതായത് പാരലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങൾ മാത്രമേ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവൂ. ഇപ്പോൾ നമുക്ക് ഒരു പുറമോടി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ കുറച്ച് ജിഹാദികൾ ചേർന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു, അത്തരം വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ ഇനി ഇത് ശരിക്കും മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇനി വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ പെൺകുട്ടികളായാലും ആയാലും ശ്രദ്ധിക്കുക, ഇത്തരം ജിഹാദികളിൽ നിന്ന് അകന്ന് നിൽക്കുക. അത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.